UDF പ്രവേശനത്തിനായി PV അൻവർ നടത്തിയ നീക്കങ്ങൾക്ക് തിരിച്ചടിയോ? ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയെങ്കിൽ അങ്ങനെ വേണം കരുതാൻ. അൻവറിന് പെട്ടെന്നൊരു സ്വീകാര്യത ഉണ്ടായതാണെന്നും പിന്നീട് അത് മുന്നണിക്ക് തന്നെ വലിയ ബാധ്യതയായി മാറുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. അതിനാൽ തിരക്ക് പിടിച്ചൊരു തീരുമാനം വേണ്ടെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അൻവറിന് UDFൽ പ്രവേശനം നൽകുന്നതിന് മുസ്ലിം ലീഗ് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും മലപ്പുറത്തെ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും അൻവറിന് അനുകൂലമായ നിലപാടിലല്ല. ഒരു കാലത്ത് കോൺഗ്രസിന്റെ അവസാന വാക്കായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ പോലും വെല്ലുവിളിക്കുകയും മകനും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുകയും ചെയ്ത അൻവറിനെ UDF പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനുള്ള നീക്കമാണ് നേതാക്കൾ നടത്തുന്നത്. അൻവറിനെതിരെ ഇന്നലെ ശക്തമായ പ്രതിരോധവുമായി ഷൗക്കത്ത് രംഗത്തെത്തിയതും ഇതിന്റെ ഭാഗമാണ്. വ്യക്തിപരമായ താല്പര്യം മാത്രമാണ് അൻവറിന്റേതെന്നും ഒരു മുന്നണി മര്യാദകളും പാലിക്കാത്ത വ്യക്തിയാണ് അൻവർ എന്നുമാണ് വിഭാഗ നേതാക്കൾ ആരോപിക്കുന്നത്. കോൺഗ്രസ് പാളയത്തിൽ നിന്നും പുറത്തു ചാടി DICയിലേക്ക് പോയതും പിന്നീട് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചതും എല്ലാം ഇതിന് ഉദാഹരണമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആർക്കെതിരെയും എന്ത് അധിക്ഷേപവും നടത്താൻ മടിക്കാത്ത വ്യക്തിയാണ് അൻവർ എന്നാണ് ഉയരുന്ന ആക്ഷേപം. കേരയിൽ പദ്ധതിയെ അട്ടിമറിക്കാനായി പ്രതിപക്ഷ നേതാവായ VD സതീശൻ 150 കോടി രൂപ കോഴയായി പറ്റിയെന്നും ആ പണം മീൻവണ്ടിയിൽ ബാംഗ്ലൂരിലേക്ക് കടത്തിയെന്നും ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ് ഗ്രൂപ്പിന്റെ വാദം. ഉണ്ടയില്ല വെടിപൊട്ടിച്ച് രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധത്തിലാക്കുന്നതിനായി PV അൻവർ ചാടി പുറപ്പെട്ടത് ഒരിക്കലും CPMന് വേണ്ടി ആയിരുന്നില്ലെന്നാണ് ചില നേതാക്കൾ വിശ്വസിക്കുന്നത്. K സുധാകരനുമായും രമേശ് ചെന്നിത്തലയുമായും അൻവറിന് ഇടത് MLA ആയിരിക്കുകയും നല്ല ബന്ധമായിരുന്നു. ഇതെല്ലാം ചില സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട നിലമ്പൂരിൽ നടന്ന പ്രതിഷേധവും തുടർന്ന് അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമാണ് അൻവറിന് UDFുമായി അടുക്കാനുള്ള മാർഗം തുറന്നു കിട്ടിയത്. അതിനായി ലീഗിനെ ഉപയോഗപ്പെടുത്താനും അൻവറിന് കഴിഞ്ഞു. അറസ്റ്റിൽ ആദ്യം പ്രതികരിക്കാതെ മാറി നിന്ന പ്രതിപക്ഷ നേതാവ് അവസാനം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായത് കോൺഗ്രസിലെ ചില നേതാക്കളുടെ നിർബന്ധം മൂലമായിരുന്നു. കോൺഗ്രസിലേക്കോ UDFിലേക്കോ അൻവറിനെ കൊണ്ടുവരേണ്ടതില്ലെന്ന പരസ്യ നിലപാടിലാണ് നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവായ ആര്യാടൻ ഷൗക്കത്ത്. ഷൗക്കത്തിനെ പിണക്കിക്കൊണ്ട് അൻവറിനെ തിരക്കിട്ട് മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്നാണ് VD സതീശന്റെയും UDF കൺവീനർ MM ഹസന്റെയും നിലപാട്. നിലമ്പൂരിൽ അടുത്ത ടേമിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്നും അതിനാൽ അൻവറിന് ഇടം കൊടുക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്നും ഗ്രൂപ്പ് നേതാക്കൾ വ്യക്തമാക്കുകയാണ്. അൻവറിന്റെ പാർട്ടിയെ UDFൽ എടുത്താൽ അത് പിന്നീട് വലിയ ബാധ്യതയായി മാറുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് പ്രതിപക്ഷ നേതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അൻവർ ശ്രമിച്ചിരുന്നു. എന്നാൽ തൽക്കാലം അങ്ങനെ ഒരു കൂടിക്കാഴ്ച ആവശ്യമില്ലെന്നും പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നുമാണ് VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. ഇരുവരും തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടും കൂടിക്കാഴ്ചയ്ക്ക് ഇടം കൊടുക്കാതിരുന്നത് ഷൗക്കത്തിന്റെ ശക്തമായ നിലപാട് മൂലമാണെന്ന് വ്യക്തം. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് നടത്തിയ ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ തന്നെ കോൺഗ്രസിന് ചില സൂചനകൾ നൽകിയിരുന്നു. തന്നെ അവഗണിക്കുകയും പാർട്ടിയിൽ പരിഗണന ലഭിക്കാതിരിക്കുകയും ചെയ്താൽ നിലപാട് കടുപ്പിക്കുമെന്ന വ്യക്തമായ സന്ദേശം ഇന്നലെയും ആര്യാടൻ ഷൗക്കത്ത് നൽകി കഴിഞ്ഞു. അൻവറിന് കോൺഗ്രസ് പരിഗണന നൽകുകയും UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്താൽ അതോടെ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇരുളടയും. അങ്ങനെ വന്നാൽ ഷൗക്കത്ത് മറുകണ്ഠം ചാടി LDF സ്വതന്ത്രനാവാനുള്ള സാധ്യതയും കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് അൻവറിനോട് പെട്ടെന്നൊരു അകൽച്ചയ്ക്ക് കാരണം. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് തീരുമാനവുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. ഏതു വിധേനയും ഭരണത്തെ തിരിച്ചെത്തണമെന്ന അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ലീഗിനും അൻവറിനായി വലിയ സമ്മർദ്ദം ഉയർത്താൻ കഴിയില്ല. ലീഗിന്റെ പിന്തുണ നേടിയെടുക്കാനുള്ള അൻവറിന്റെ നീക്കം വിജയം കണ്ടതോടെയാണ് അൻവറിന്റെ സംഘടനയ്ക്ക് UDF പ്രവേശനമുള്ള സാധ്യത തെളിയുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ ഉയർത്തിയത്. എന്നാൽ അത് അത്ര പെട്ടെന്ന് സംഭവിക്കില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ.